നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പാർട്ടി ആ വ്യക്തിയോട് ചെയ്ത ചീറ്റിംഗ് എല്ലാം തിരിച്ചറിഞ്ഞ് തേർഡ് പേഴ്സണിനെ 100% ഉറപ്പായിട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് 8 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, ദ ഹെർമിറ്റ് കാർഡ്, ദ ജഡ്ജ്മെൻറ്റ് കാർഡ്, ദ എംബറസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 5 ഓഫ് വാൻഡ്സ്, ദ എംബറർ, 8 ഓഫ് സോഡ്സ്, ഏസ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. ഏഞ്ചൽസ് മെസ്സേജും ഉണ്ട് ഇവിടെ, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചതായിട്ട് മനസ്സിൽ വിചാരിക്കുക. ആ കാര്യം നടന്നു കഴിഞ്ഞതായിട്ട് വേണം മനസ്സിൽ സങ്കല്പിക്കുവാൻ. വീഡിയോയുടെ അവസാനം ഒരു അഫർമേഷനും കൂടെ പറയും. ആ അഫർമേഷൻ കേട്ടതിന് ശേഷം ഈ വീഡിയോ ഒന്നുകൂടി ആ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കാണുക. ഈ കാർഡ്സിലോട്ട് നോക്കിയിരുന്ന് ആ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കാണുക. അതുകൊണ്ട് തന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ആ അഫർമേഷൻ എഴുതി വെക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പേഴ്സണിൻ്റെ സ്നേഹം കണ്ടിട്ടാണ് അവിടെ പോയത്, അതായത് തേർഡ് പേഴ്സണിലേക്ക് പോയത് എന്നാണ്. തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എന്തുദ്ദേശത്തിലാണ് അവരുടെ അരികിലേക്ക് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ വരെ അറിയില്ലായിരുന്നു. പക്ഷേ ആ വ്യക്തി ഉടനെ തന്നെ അറിയാൻ പോവുകയാണ്. തേർഡ് പേഴ്സണിൽ നിന്നും ആ വ്യക്തിക്ക് ഉണ്ടായ ചീറ്റിങ്ങിനെ പറ്റി ഉടനെ തന്നെ ആ വ്യക്തി അറിയുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ആ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണോ വെച്ച് നീട്ടിയത് അല്ലെങ്കിൽ കൊടുത്തത്, അതൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. തേർഡ് പേഴ്സണിൽ നിന്ന് എന്തൊക്കെയാണോ ആ വ്യക്തി നേടിയിട്ടുള്ളത് അതൊക്കെ തിരിച്ച് തന്നെ ആ തേർഡ് പേഴ്സണിന് കൊടുക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കൊടുത്തു കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ആ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും നാളും കരഞ്ഞു തീർത്ത കണ്ണുനീരിന്, നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പ്രണയത്തിന്, ഇതിനെല്ലാം ഇന്ന് നീതി കിട്ടുന്ന ദിവസമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ തേർഡ് പേഴ്സണിൻ്റെ ചീറ്റിങ്ങും ആ തേർഡ് പേഴ്സണിൻ്റെ യഥാർത്ഥ സ്വഭാവവും എന്താവശ്യത്തിനാണോ നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സൺ പിരിച്ചത്, ഇതെല്ലാം ആ തേർഡ് പേഴ്സണിൻ്റെ ഫുൾ കള്ളത്തരങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വെളിപ്പെടാൻ പോവുകയാണ്. യൂണിവേഴ്സ് അത് ആ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് സത്യം എന്താണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ന് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ. ഈ ഒരു കാര്യത്തിനെ പറ്റി ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ഈ ഒരു കാര്യത്തിനെ പറ്റി ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോടും നിങ്ങൾ തമ്മിൽ പിരിക്കുവാൻ വേണ്ടിയിട്ടും എന്തൊക്കെ കുതന്ത്രങ്ങളാണ് ഈ തേർഡ് പേഴ്സൺ ഉപയോഗിച്ചത് എന്നൊക്കെ ഈ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ഇതൊക്കെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ആ സത്യം ഒക്കെ അന്വേഷിച്ച് ഇന്ന് ആ തേർഡ് പേഴ്സണിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ചോദ്യം ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എല്ലാ തെളിവുകളും നിരത്തി വെച്ചിട്ടായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആ തേർഡ് പേഴ്സൺ ചെയ്ത ചതിവിനെ പറ്റി പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും ആ വ്യക്തി കാത്തു നിൽക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി ഉടനെ തന്നെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. നിങ്ങളോട് ആ തേർഡ് പേഴ്സൺ ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി 100% കൊടുക്കാൻ പോവുകയാണ്. അവരർഹിക്കുന്ന എന്ത് ശിക്ഷയാണോ ആ ശിക്ഷ കൊടുക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ ചെയ്ത, അതായത് ഈ തേർഡ് പേഴ്സൺ നിങ്ങളോട് ചെയ്ത ഈ ഒരു ചതിവിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുവാൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരെ അനുവദിക്കുന്നതല്ല. യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് തേർഡ് പേഴ്സൺ ചെയ്ത പ്രവൃത്തിയെ തേർഡ് പേഴ്സൺ ഉറപ്പായിട്ടും ന്യായീകരിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ വ്യക്തിയോട്. എന്തൊക്കെ ഈ തേർഡ് പേഴ്സൺ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ തേർഡ് പേഴ്സൺ ചെയ്ത എല്ലാ
തെറ്റുകളുടെയും ചതികളുടെയും തെളിവ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ തേർഡ് പേഴ്സൺ എന്തൊക്കെ ന്യായീകരണം നിരത്തിയാൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനി ആ തേർഡ് പേഴ്സണിനെ വിശ്വസിക്കത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ഓർത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. ഹൃദയം തകരുന്ന വേദനയിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്നുള്ളത്. നിങ്ങളായിരുന്നു സത്യം എന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലായിരിക്കുകയാണ്. ആ തേർഡ് പേഴ്സണിൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങളെ ഒരുപാട് സംശയിക്കുകയും നിങ്ങളെ ഒരുപാട് ചോദ്യം ചെയ്യുകയും നിങ്ങളെ ഒരുപാട് കരയിക്കുകയും ചെയ്തതിന് ആ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സണിൻ്റെ കയ്യിലായിരുന്നു കംപ്ലീറ്റ് തെറ്റും എന്ന് മനസ്സിലായ ആ നിമിഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയം തകർന്നുപോയി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ദിവസം തൊട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉറക്കമില്ല, ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി സിറ്റുവേഷനിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം സത്യം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി. ഇവിടെ ഏഞ്ചൽസ് മെസ്സേജ് വന്നിരിക്കുന്നത് എസ് എന്നാണ്. ഏഞ്ചൽസ് മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് എസ് എന്നാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ടും ഇന്ന് ഉപേക്ഷിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഏഞ്ചൽസും അത് തന്നെയാണ് പറയുന്നത്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ നന്മയെക്കുറിച്ചും നിങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പ്രണയത്തെക്കുറിച്ചും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുത്ത ആ ഒരു സ്നേഹവും കരുതലും ഇമ്പോർട്ടൻസും ഒക്കെ ആ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ ചതിക്കുകയാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയ ദിവസം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹത്തിനും കരുതലിനും ഇമ്പോർട്ടൻസിനും ഒക്കെ ആ വ്യക്തി അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ആ ഒരു സിറ്റുവേഷനിലേക്ക് പിന്നെയും എത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങുകയായിരുന്നു. ഈ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ചതിക്കുകയാണ് എന്ന് മനസ്സിലായിട്ട് പോലും നിങ്ങൾ സ്നേഹിച്ച വ്യക്തി കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഒരു തരത്തിലും അതായത് ആ വ്യക്തിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുവാനോ ഒന്ന് കോൾ ചെയ്യുവാനോ ആ വ്യക്തി ശ്രമിച്ചിട്ടില്ല. കാരണം ഈ വ്യക്തിക്ക് ആവശ്യമായിരുന്നു ഈ തേർഡ് പേഴ്സണിൻ്റെ കംപ്ലീറ്റ് കള്ളത്തരത്തിനെയും കണ്ടുപിടിക്കണം എന്ന് ഈ വ്യക്തിക്ക് ഭയങ്കര വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്തൊക്കെ മൂവ്മെൻ്റാണ്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തേർഡ് പേഴ്സണിൻ്റെ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ മൂവ്മെൻറ്റ് നടത്തുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി ആരും അറിയരുത് എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിർബന്ധമായിരുന്നു. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ആരുടെങ്കിലും തിരക്കിയാലോ അന്വേഷിച്ചാലോ ഈ തേർഡ് പേഴ്സൺ കണ്ടുപിടിക്കുമോ എന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനെ വളരെ രഹസ്യമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഹാൻഡിൽ ചെയ്തത്. അതിപ്പോൾ വളരെ സക്സസ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇതുപോലെ സൂക്ഷിച്ചുള്ള മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ട് മാത്രമാണ് ആ തേർഡ് പേഴ്സണിൻ്റെ കള്ളത്തരങ്ങൾ ഈ വ്യക്തിക്ക് തെളിവ് സഹിതം കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ താമസിക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി ഒരു അഫർമേഷൻ പറയാം. ഇത് എല്ലാവരും ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കുക. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്നെ ആവശ്യമുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിന് നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എൻ്റെ സാമീപ്യവും സ്നേഹവും വളരെയധികം അത്യാവശ്യമാണ്. അതിനാൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ തേടിപ്പിടിച്ച് എൻ്റെ അരികിൽ എത്തും. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സാമീപ്യവും സ്നേഹവും ആഗ്രഹിച്ച് എന്നെ തേടിപ്പിടിച്ച് എൻ്റെ അരികിലെത്തിയതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നതിന് നന്ദി നന്ദി നന്ദി.
ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വരുന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. വന്നു എന്ന് തന്നെ നിങ്ങൾ കരുതുക. എന്നിട്ട് ഇത് പറയുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ ആവശ്യമല്ല, ആ വ്യക്തിയുടെ മാത്രം ആവശ്യമാണ് എന്ന് കരുതിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയുവാൻ. ഈ ഒരു അഫർമേഷൻ 100% വിശ്വാസത്തോടു കൂടി മാത്രം പറയുക. 100% സക്സസ് ആകുന്നതുമായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കൂടോത്രം, ബ്ലാക്ക് മാജിക് ഇവയ്ക്കെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. 7 ചക്ര ഹീലിംഗ് ആൻഡ് ക്ലെൻസിങ്ങിൻ്റെ സെക്കൻഡ് ബാച്ച് വ്യാഴാഴ്ച ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.